അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിഷയം വന്ന് പറയുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അല്ല എന്താ ഉള്ളത്? ഒന്നുമില്ല നബിയേ, എൻ്റെ പടയങ്കിയും വാളുമല്ലാതെ ഒന്നുമില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഞാൻ ഒരു ദിവസം ഒരു കോട്ട് നിങ്ങൾക്ക് നൽകിയിരുന്നല്ലോ, അതെവിടെ പോയി? അപ്പോൾ പറഞ്ഞു, അഹതമിയ, കോട്ടാണോ നബിയെ ചോദിക്കുന്നത്? ഹിയ ഇൻദി യാ റസൂലല്ലാഹ്, അതെന്റെ പക്കലുണ്ട് നബിയേ. തങ്ങൾ തന്നൊരു സമ്മാനം, ആറ്റുനോറ്റ് പോറ്റി കയ്യിൽ വെച്ചിരിക്കുന്നതാണ്. അത് അമൂല്യമാണ്, മൂല്യം പറയേണ്ടതല്ല, അതുകൊണ്ടാണ് ആദ്യം എണ്ണാതിരുന്നത്. അപ്പോൾ പറയുകയാണ്, ഫഅതിഹാ ഇയ്യാഹാ, അതങ്ങ് കൊടുത്തേക്ക് ഫാത്തിമയ്ക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളുടെ വിവാഹം ഉറപ്പിച്ചു. ഫാത്തിമ പുതിയ പെണ്ണായി ഒരുങ്ങാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം വിറ്റുകിട്ടിയ സംഖ്യ കൊണ്ടുവന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 470 ദിർഹമിന് അത് വാങ്ങുകയാണ്. അലി റളിയല്ലാഹു അൻഹു അതിന്റെ സംഖ്യ കൊണ്ടുപോയി സാധനങ്ങൾ വാങ്ങാൻ ബിലാൽ ഇബ്നു റബാഹിനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അതാ വിവാഹത്തിന്റെ ചടങ്ങെടുത്തു. ഇനി എത്രയോ കാലം മുന്നോട്ട് പോകാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊന്നുമോൾക്ക് വേണ്ടി അതാ ഒരു വാഹനം ഒരുക്കി, അതിൽ ഒരു കട്ടിൽ തയ്യാറാക്കി. മഹാന്മാരായ സ്വഹാബത്തിന്റെ സന്നിധിയിൽ വെച്ച് നിക്കാഹ് കഴിച്ചു കൊടുത്തിട്ട് പ്രിയപ്പെട്ട മോളെ വല്ലഭന്റെ വീട്ടിലേക്ക് കൊടുത്തു വിടുകയാണ്. വീട്ടിലേക്ക് കൂട്ടിവിടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട അലിയേ, ഞാൻ വരാതെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് നീ ഒന്നും സംസാരിക്കല്ലേ, എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. വീട്ടിലേക്ക് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഫാത്തിമാനെ വിട്ട നബി തങ്ങൾ പറഞ്ഞു, ഞാൻ വരാതെ മോളോടൊന്നും സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞു. വീട്ടിലേക്ക് ചെന്നു ഫാത്തിമയെ കെട്ടിച്ചു വിട്ട അലി റളിയല്ലാഹു അൻഹുവിനെ താമസിക്കേണ്ട വീട്ടിലേക്ക് വിടുകയാണ്. വീട്ടിലേക്ക് അടുത്തപ്പോഴതാ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം മാറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാണ്? അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹയാണ്. എന്താണ് ഇവിടെ നിൽക്കുന്നത്? പുതിയ പെണ്ണിനെ കെട്ടിച്ചു വിട്ട അന്ന് ഒരു നേരം പോക്കിന് സേവനങ്ങൾ ചെയ്യാനും ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഒരു സേവകി വേണം. ആ സേവനത്തിന് വന്നതാണ്. ഹബീബിന്റെ മനതലത്തിൽ നിന്ന് സ്മൃതിപദങ്ങൾ ഉയരുകയാണ്. എവിടേക്കാണ് ഖദീജ ബീവിയെ കുറിച്ചുള്ള ഓർമ്മ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ ഓർമ്മപ്പെടുത്തി തന്ന അസ്മാ ബിൻത് ഉമൈസിനെ സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിക്കുകയാണ്. എന്നിട്ട് പുതിയാപ്പിളയെ അടുത്തേക്ക് വിളിച്ചു. ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ മുക്കി, അല്ലെങ്കിൽ ചില മന്ത്രങ്ങൾ ഉരുവിട്ടു. പല നിവേദനങ്ങളുണ്ട്, ഉസ്തുൽ ഗാബയിൽ കാണാം, അതുപോലെയുള്ള പല നിവേദനങ്ങളിലും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മന്ത്രിച്ചു. ഫദഅ ബിമാഇൻ ഫീ ഇനാഇൻ ഫഗസല ഫീഹി യദൈഹി ثم നളഹ അലൈഹാ മിൻ ദാലികൽ മാഇ ثم ഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മന്ത്രങ്ങൾ ഉരുവിട്ടിട്ട് അതിൽ നിന്ന് വെള്ളമെടുത്ത് മൂർധാവിൽ തെളിച്ചു കൊടുത്തു. രണ്ടുപേരുടെയും നെഞ്ചത്ത് തെളിച്ചു കൊടുത്തു. അവരുടെ കാലിലും കയ്യിലും കഴുകാൻ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹമാണ്. اللهم بارك فيهما وبارك عليهما وبارك لهما في نسلهما. അല്ലാഹു തആല നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയട്ടെ, നിങ്ങളുമായി ബന്ധപ്പെട്ടതിൽ അനുഗ്രഹം ചൊരിയട്ടെ, നിങ്ങളുടെ പരമ്പരകളിൽ അല്ലാഹു അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥനയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശംസ അറിയിച്ചിട്ട് പിരിയുമ്പോൾ ഫാത്തിമാന്റെ നയനങ്ങൾ നിറഞ്ഞ് കവിൾത്തടങ്ങളിലൂടെ ഒലിക്കുകയാണ്. വീട്ടിൽ നിന്ന് പുതിയ പെണ്ണിറങ്ങുമ്പോ ഉമ്മാന്റെ മുഖത്ത് നോക്കി ന്യായമോ അന്യായമോ ആയി പുതിയ പെണ്ണുങ്ങൾ ചിലപ്പോ കരയാറുണ്ട്. ഇത് ആത്മാർത്ഥമായ സ്നേഹത്തിന് മാത്രം കലവറയുള്ള ഫാത്തിമ സഹ്റ
യാത്ര ചോദിച്ചിറങ്ങാൻ ഉമ്മയില്ലായിരുന്നു വീട്ടിൽ. ഇതുവരെ എല്ലാ ജീവിത വഴിയിലും കൂടെയുണ്ടായിരുന്ന വാപ്പയാണല്ലോ ഇപ്പോ എന്നെ അല്പമൊന്ന് മാറ്റി നിർത്തിയിട്ട് പോകുന്നത്. ഫാത്തിമാക്ക് സഹിച്ചില്ല. 18 വയസ്സായ ചെറുപ്പക്കാരിയാണ്. റസൂലുള്ളാന്റെ മുഖത്ത് നോക്കി കരയുമ്പോ ഹബീബിനും സഹിക്കുന്നില്ല. പക്ഷേ അവിടുന്ന് പുണ്യ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ വിഷമിക്കണ്ട മോളെ, നിന്നെ ഞാൻ കല്യാണം കഴിച്ചു തന്ന നല്ല യോഗ്യനായ ഒരാളെ കൊണ്ടാണല്ലോ, നിന്നെ നോക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ടാണല്ലോ, നല്ല ആലിമായ ഒരാളെ കൊണ്ടാണല്ലോ, വിഷയങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരാളെ കൊണ്ടാണല്ലോ, അതുകൊണ്ട് വിഷമിക്കണ്ട മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട മോളെ യാത്രയാക്കിയിട്ട് പോകുമ്പോ അലി റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ചെന്ന് സാന്ത്വനിപ്പിക്കുകയാണ്. കരയല്ലേ ഫാത്തിമ, നമുക്കെല്ലാ സാന്ത്വനവും നൽകാൻ, നമുക്ക് ആശീർവാദങ്ങൾ നൽകിയിട്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. ആധുനികതയുടെ ആർഭാട ചിന്തകളിൽ വിവാഹങ്ങളെ കമ്പോളമാക്കുന്ന പുതിയ രക്ഷിതാക്കളെ വരൂ, മദീനത്തുർ റസൂലിലെ രോഗരാജ്ഞിയുടെ കല്യാണമാണ്. വളരെ സിമ്പിളായി ഇവിടെ നടന്നു കഴിഞ്ഞു. ആർഭാടങ്ങളില്ല, ആർത്തനാദങ്ങളില്ല, കൊട്ടും കുരവയുമില്ല, ബഹളമുഖങ്ങളില്ല, അപകടകരമായതൊന്നുമില്ല. ആത്മീയതയുടെ തറവാട്ടിലെ രാജ്ഞി, നാളെ സ്വർഗത്തിലെ വിശ്വാസിനികളുടെ നായകി, ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റാഇന്റെ വിവാഹം കഴിഞ്ഞു. വേണമെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ വിവാഹാലങ്കാരം നടത്താൻ നേതാവിന് പറ്റും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായ ആ ചടങ്ങിനെ ലളിതമായി അവതരിപ്പിച്ചു നൽകി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് പോയപ്പോ വീണ്ടും അലി റളിയല്ലാഹു അൻഹു സാന്ത്വനിപ്പിച്ചു. അങ്ങനെ സുമുഖമായൊരു ജീവിതത്തിന്റെ സുതാര്യമായ വഴിയിലേക്ക് നവദമ്പതികൾ ജീവിതത്തിൽ പദമൂന്നി മുന്നോട്ട് പോകുമ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തുവിട്ടതെന്താണ്? പെങ്ങന്മാരെ അറിയാൻ ആശയില്ലേ? വായിക്കാൻ ഇഷ്ടമില്ലേ? ഫാത്തിമ സഹ്റാഇന് കൊടുത്തതൊരു ചെറിയ കമ്പിളിയുടെ പുതപ്പ്, ഒപ്പം ഒരു ചെറിയ തലയിണ, വെള്ളമെടുക്കാനുള്ളൊരു പാത്രം. ആയിഷ ബീവിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നതും ഏകദേശം അതുപോലെയാണ്. സിഡിയിൽ നിങ്ങൾക്ക് വിശാലമായി കേൾക്കാം, ഇപ്പോൾ ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ലളിതമായ ഈ സാധനങ്ങൾ മാത്രമാണ് പൊന്നുമോളുടെ വീട്ടിലേക്ക് കൊടുത്തുവിട്ടത്. അല്പം അകലെയാണ് പൊന്നുമോളുടെ വീട്. റസൂലുള്ളാഹ് കാശയുണ്ട് മോള് വന്ന് അടുത്ത് താമസിക്കണമെന്ന്, പക്ഷേ സൗകര്യപ്പെടുന്നില്ല. അതിൻ്റെ ഇടയിലാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഒരു നാൾ വിളിച്ചിട്ട് പൊന്നുമോൾ അഥവാ പ്രിയപ്പെട്ട പത്നി ഫാത്തിമയോട് പറഞ്ഞു, മോളെ, വാപ്പാടെടുക്കൽ കുറെ അടിമകൾ വന്നിട്ടുണ്ട്, മോള് മാത്രം ഈ ജോലിയെല്ലാം ചെയ്ത് കഷ്ടപ്പെടേണ്ടതില്ല, ഒരടിമയെ തരാൻ ഉപ്പയോട് പറഞ്ഞുകൂടെ? അപ്പോഴാണ് ലോകഗുരുവിന്റെ പുണ്യവതിയായ പൊന്നുമോള് വന്ന് മദീനയിലെ രാജാവിന്റെ വാതിൽക്കൽ നിന്ന് നാണം കുണുങ്ങുകയാണ്. വിഷയം പറയാൻ കഴിയുന്നില്ല. എന്താണ് മോളെ വന്നത് പറയാൻ മനസ്സു വരുന്നില്ല. പിന്നിൽ നിന്ന് അലിയാര് തങ്ങൾ പറഞ്ഞു, അല്ല, വീട്ടിൽ വേലയ്ക്ക് കൂട്ടിനാരുമില്ല, അതുകൊണ്ടൊരടിമയെ കിട്ടാൻ വന്നതാണ്. സഹോദരങ്ങളെ, ഇടയ്ക്ക് കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, മഅ്ദിനു സഖാഫത്തുൽ ഇസ്ലാമിയിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് 3 ദിവസം കൊണ്ട് നടന്നു വരുന്ന പ്രഭാഷണ പരമ്പര. അതിൽ ആദ്യത്തെ 2 ദിവസം ബഹുമാനപ്പെട്ട ഹദീസ്, ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള അവതരണമായിരുന്നു. അതിൽ 1-ാം ദിവസത്തെയും 2-ാം ദിവസത്തെയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ജീവചരിത്രത്തിൻ്റെ സിഡികൾ പിറ്റേന്ന് ഇറങ്ങുന്നതിൻ്റെ ഭാഗമായി ഇന്ന് 2 ദിവസത്തേതും കൂടി നിങ്ങളുടെ കൈകളിലെത്തും. കഴിവുള്ളവർക്കൊക്കെ വാങ്ങാവുന്നതാണ്. അതുപോലെ ഫാത്തിമ സഹ്റ റളിയല്ലാഹു അൻഹയുടെ ജീവിതം മുഴുവനും ഇവിടെ അവതരിപ്പിക്കുവാൻ ഈ വേദിയിൽ നമുക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് സൗദി അറേബ്യയിലെ മുൻ ഇൻഫർമേഷൻ മിനിസ്റ്ററും അതുപോലെ തന്നെ ലോകപ്രസിദ്ധ പണ്ഡിതനുമായിരുന്ന ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി,
അദ്ദേഹം എഴുതിയ ഇന്നഹ ഫാത്തിമ എന്ന ഗ്രന്ഥം വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ടവരുമായി അടുത്ത് പരിചയപ്പെട്ട് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നിങ്ങൾക്ക് ലഭിക്കും. അതും കഴിവുള്ളവരൊക്കെ വാങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശിഷ്യ ഫാത്തിമ സഹറ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ഈ വേദിയിൽ നമ്മുടെ മലയാളത്തിലേക്ക് ഫാത്തിമ ബീവിയെക്കുറിച്ച് ഇറങ്ങിയ ഏറ്റവും ആധികാരികവും വിശാലവുമായ പഠനമാണ്. ഗ്രന്ഥം വിവർത്തനം ചെയ്തത് ഞാനാണെങ്കിലും മൂലഗ്രന്ഥം നിർവഹിച്ചിട്ടുള്ളത് ഡോക്ടർ മുഹമ്മദ് അബ്ദിയമാനിയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോകം പദവി ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ കഴിവുള്ളവരൊക്കെ വാങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, വീട്ടിൽ വേലക്കൊരാളെ വേണം, അതിനു വേണ്ടിയാണ് നബിയെ വന്നത്. അപ്പോഴാണ് നീതിബോധത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ലോകരാജാവ് പറയുകയാണ്, മോളെ പ്രിയപ്പെട്ട അലിയെ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ വൈകുന്നേരം അങ്ങ് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ധ്യാസമയത്ത് വരുമ്പോ വീട്ടിൽ വന്നിട്ട് പറയുന്നു, മോളെ ഉപ്പാന്റെ അടുക്കൽ കുറെ അടിമകൾ ഉണ്ടെന്ന് വിചാരിച്ച് സഹായത്തിന് ഒരാളെ കിട്ടാൻ വന്നതാണ് അല്ലേ? പക്ഷേ അത് ഉപ്പാന്റെതല്ല, അത് ഈ സമുദായത്തിന്റെ പൊതു ഖജനാവിലേതാണ്, എടുത്തു തരാൻ കഴിയില്ല മോളെ. അതുകൊണ്ട് അതിനേക്കാൾ അമൂല്യമായൊരു സമ്മാനം ഞാൻ തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അലി ഇബ്നു അബീ ത്വാലിബിനോട് പറയുകയാണ്, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ചില ദിക്റുകൾ ചൊല്ലണേ. സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ചൊല്ലണേ. അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 തവണ വീതം ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് 100 പൂർത്തീകരിച്ചിട്ട്, ഇതെല്ലാ അടിമകളെക്കാളും അമൂല്യമായ സ്വത്താണ്, അത് പരിപാലിക്കണമെന്ന് ആത്മീയമായ സമ്മാനം കൊടുത്തിട്ട് പോകുന്നു. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുസരണശീലമുള്ള മക്കൾ രണ്ടുപേരും അഥവാ മകളും മരുമകനും അത് പാലിക്കുകയാണ്. പിന്നെ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മോളെ തൊട്ടടുത്ത വീട്ടിൽ കിട്ടിയാൽ സന്തോഷമുണ്ടായിരുന്നു. അവസാനം അതാ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്, അതാണ് മദീന പള്ളിയുടെ തൊട്ടടുത്തുള്ള വീട്. അദ്ദേഹത്തെ മാറ്റിയിട്ടല്ലാതെ വേറൊരാളെ താമസിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു പല പ്രാവശ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് വന്നപ്പോൾ വീട് മാറിയിട്ട് നീങ്ങി പോയ ആളാണ്. ഇനി മോൾക്ക് വേണ്ടി കൂടി വീടൊന്ന് മാറിത്തരാൻ ഹാരിസത്ത് ബിൻ നുഅ്മാനിനോട് പറയാൻ നാണമുണ്ടേ. ഇനി എങ്ങനെയാണ് ഞാൻ ഹാരിസത്ത് ബിൻ നുഅ്മാനോട് പറയാ? സൗദയ്ക്ക് താമസിക്കാൻ ഒരു വീട് തന്നു, ആയിഷയ്ക്ക് താമസിക്കാൻ വീട് തന്നു റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. അവർക്കൊക്കെ വീട് മാറിയിട്ട് ഹാരിസ നീങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഹാരിസയോടൊന്ന് പറയുക? പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഹാരിസത്ത് ബിൻ നുഅ്മാനി വിവരമറിയുകയാണ്. വിവരമറിഞ്ഞിട്ട് നേരെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്ന ഹാരിസത ഖദ് ഹവല ബൈതഹു കസീറൻ അന്നാ ഹത്തസ്തഹയൈതു മിൻഹു. എനിക്ക് നാണമുണ്ട് ഇനിയും അത് പറയാൻ. ഈ വിവരമറിഞ്ഞ ഹാരിസത്ത് ബിൻ നുഅ്മാൻ ഓടിച്ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ നബിയേ, ഇന്നഹു ബലഗനി അന്നക തുഹവ്വിലു ഫാത്തിമത ഇലൈക, ഫാത്തിമാനെ വീട്ടിന്റെ അടുക്കലേക്ക് താമസിപ്പിക്കണമെന്ന് തങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു നബിയേ. വഹാദിഹി മനാസിലി വഹിയ അഖറബു ബുയൂതി ബനി നജ്ജാർ. എന്റെ വീടല്ലേ നബിയെ ഏറ്റവും അടുത്തുള്ളത്, അതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചോ നബിയെ. ഇന്നമാ അന വമാലി ലില്ലാഹി വലിറസൂലിഹി. തങ്ങൾ എന്തിനാണ് തങ്ങളെ നാണിക്കുന്നത്? തങ്ങൾ എന്തിനാണ് തങ്ങളെ വിഷമിക്കുന്നത്? ഇന്നമാ അന വമാലി,
ഞാനും എൻ്റെ സ്വത്ത് മുഴുവനും ലില്ലാഹി വലി റസൂലിഹി, അല്ലാഹും റസൂലിനുമാണ്. പിന്നെ ചോദിക്കാൻ മടിക്കണോ നബിയേ? വല്ലാഹി യാ റസൂലല്ലാഹ് അൽ മാലുല്ലദീ തഖുദു മിന്നീ അഹബ്ബു ഇലയ്യ മിനല്ലദീ തദഅ, തങ്ങൾ എടുക്കാത്ത സ്വത്തിനേക്കാളും എനിക്കിഷ്ടം തങ്ങൾ വാങ്ങുന്ന സ്വത്താണ്. അതുകൊണ്ട് മടി വേണ്ട നബിയേ. എത്ര മനോഹരമായ പ്രഖ്യാപനമാണ്! ഇതാണ് സ്വഹാബത്തിന്റെ മുഴുവനും ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ നിറവേറ്റാനുള്ള അത്യാഗ്രഹം വന്നിട്ട് പറയുന്നു, നബിയെ തങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോഴാണ് എനിക്കിഷ്ടം, തങ്ങൾ ഒഴിവാക്കുമ്പോൾ എനിക്ക് സന്തോഷമില്ല, അതുകൊണ്ട് എടുത്തുകൊള്ളണേ നബിയേ. ഹബീബിന്റെ മനസ്സു നിറഞ്ഞ് കണ്ണ് നിറഞ്ഞൊരു പ്രാർത്ഥനയാണ്, ബാറക്കല്ലാഹു അലൈക, അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ ഹാരിസ. പൊന്നുമോള് ഫാത്തിമാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീടിനോട് ചേർന്നു തന്നെ കേവലം ഒരു 5 മീറ്റർ വിസ്തൃതിയുള്ള 2 മീറ്റർ പൊക്കമുള്ള വീടാണ്. അതാണ് വ്യാഖ്യാനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. വിശദമായി അതിൻ്റെ കണക്ക് പറയാൻ ഇവിടെ നേരമില്ല. പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും വീടിനെ കുറിച്ച് എത്ര ഗ്രന്ഥമാണ്! ബുയൂത്തു സ്വഹാബ എന്ന ഗ്രന്ഥമില്ലേ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീടിന്റെ കണക്കും എണ്ണവും പറയുന്ന ഗ്രന്ഥമില്ലേ? താരീഖ് മദീനയിലെ നല്ലൊരു ഭാഗം അതിന് വിനിയോഗിച്ചിട്ടില്ലേ? മദീനയുടെ ചരിത്രം വായിച്ചു നോക്കുമ്പോ ഓരോ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഓരോരുത്തരുടെയും വീടിന്റെ അടയാളമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ റളിയല്ലാഹു അൻഹയെ കൊണ്ടുവന്നപ്പോൾ ഈത്തപ്പനയുടെ മട്ടൽ കൊണ്ട് മേഞ്ഞ, അവിടുന്ന് ചളി കൊണ്ട് തേച്ചുണ്ടാക്കിയ, മഴ പെയ്താൽ ചളി വീഴാതിരിക്കാൻ ഒരു കമ്പിളിയുടെ കീറ് തൂക്കിയിട്ട, നിന്നാൽ തല തട്ടുന്ന കൊച്ചു വീടായിരുന്നു. താരീഖ് ആയിഷയിൽ കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് വന്ന് വീട്ടിൻ്റെ അടുക്കൽ താമസമായി. ഇണക്കമുള്ളവർക്കിടയ്ക്കൊരു പിണക്കമുണ്ടാകും. മാത്രമല്ല, പിണങ്ങിയാൽ ഇണങ്ങേണ്ടതെങ്ങനെ, ഇണക്കേണ്ടതെങ്ങനെ, അത് പഠിപ്പിച്ചു തരേണ്ട ലോകത്തിന്റെ നേതാവിന്റെ പൊന്നുമോൾ. അവിടുന്ന് ഒരു അധ്യായം നമുക്ക് കിട്ടേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊരു ദിവസം വരുന്നു, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കേസ് വരുന്നു. ഫാത്തിമയും അലിയും അല്പം ചെറിയൊരു പിണക്കത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ അങ്ങ് ഓടിച്ചെന്നു. ചെന്നിട്ട് പറഞ്ഞു, എന്തിനാണ് മക്കളെ രണ്ടാളും പിണങ്ങുന്നത്? രണ്ടും എൻ്റെ മക്കളു തന്നെ. അടുത്തിരുത്തിയിട്ട് രണ്ടുപേരുടെയും ഓരോ കൈപിടിച്ച് റസൂലുള്ളാഹിന്റെ പള്ളയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സന്തോഷത്തോടെ ജീവിച്ചുകൊള്ളൂ എന്ന് ആശംസ നേർന്നിട്ട് വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഉഹദ് രണാങ്കണത്തിന്റെ കാർമേഘം ഉരുണ്ടുകൂടുന്നത്. യുദ്ധം ഇവിടെ പറയുന്നില്ല. മദീനയുടെ ചരിത്രം, ഉഹദും നബി സ്നേഹവും എന്ന പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറയുന്ന CD ഉണ്ട്. ഉഹദും നബി സ്നേഹവും എന്ന പേരിൽ നിങ്ങൾക്ക് പുറത്ത് ലഭ്യമാണ്. അതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഉഹദിന്റെ ചരിത്രം, ഉഹദിന്റെ സ്ഥലം, ഉഹദിൽ ഷഹീദായവർ, ഉഹദിൽ സംഭവിച്ച കാര്യങ്ങൾ, ഉഹദിലെ നബി സ്നേഹത്തിന്റെ ആഴങ്ങൾ എല്ലാം അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ പറയട്ടെ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലേക്ക് ഉഹദിന്റെ അധ്യായം ഞാൻ കൊണ്ടുവരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധത്തിൽ പരിക്ക് പറ്റുന്ന സ്ത്രീകൾക്ക്, പരിക്ക് പറ്റുന്ന ആളുകൾക്ക് പരിചരണം നടത്താൻ അതീവ സ്വകാര്യമായി സ്ത്രീകളെ കൊണ്ടുപോകാറുണ്ട്. ആ വിധത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ പോയ മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഇന്ന് ചില പൊട്ടാസ സംഘടനകൾ, തീവ്രവാദ സംഘടനകൾ ഇത്തരം ഉദാഹരണങ്ങൾ പിടിച്ച് പെണ്ണിനെ തെരുവിലിറക്കുകയും പെണ്ണിനെ കൊണ്ട് പരേഡ് നടത്തുകയും ഒക്കെ നടത്തുന്നുണ്ട്. ഇസ്ലാമിൽ ഒരു തെളിവും അതിനില്ല. പെണ്ണ് കവലയിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കേണ്ടവളല്ല. പെണ്ണ് തെരുവിൽ ഇറങ്ങിയിട്ട് സമരം നടത്തേണ്ടവളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ എത്ര ദിഷണയുള്ള പെണ്ണാണ്. 2000-ൽ ചില്ലാനം ഹദീസ് നിവേദനം ചെയ്ത മഹദിയാണ്. 4 ഖലീഫമാരും ആയിഷ ബീവിയുടെ അടുക്കൽ വന്നിട്ട് സംശയ നിവാരണം നടത്തിയിട്ടുണ്ട്. 4 ഖലീഫമാരുടെയും കാലശേഷമാണ് വഫാത്തായത്. എന്നാൽ ആദ്യത്തെ ഖലീഫയായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റയാളും എതിർക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ ഖലീഫയാക്കിയോ, ഒരു ഗവർണറാക്കിയോ, ഏതെങ്കിലും ഒരു പ്രവിശ്യയുടെ ഉത്തരവാദിത്വം കൊടുത്തോ, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി കൊടുത്തോ, ഒരൊറ്റ ജോലിയും ആയിഷ ബീവിക്ക് കൊടുത്തിട്ടില്ല. ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, വിവരമില്ലാത്തത് കൊണ്ടല്ല, കാര്യശേഷിയില്ലാത്തത് കൊണ്ടല്ല, ഇസ്ലാം പഠിപ്പിക്കുന്ന പെണ്ണിന്റെ റോൾ അവിടെ അല്ലാത്തത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരുവിലേക്കും അമരത്തേക്കും കൊണ്ടുവരാതിരുന്നത്. ഏത് ന്യായത്തിന്റെ പേരിലാണെങ്കിലും ദീനിനെതിരെയുള്ള അവരോധനങ്ങൾ മുഴുവനും അപകടമേ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് വരൂ ഇലാ ഹയാതി വജനാബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സംവരണത്തിന്റെ ഇടവഴികളിലൂടെ ആധുനിക തലമുറയിലെ മുസ്ലിം യുവതികൾ തെരുവിലേക്ക് ചാടിയിറങ്ങുമ്പോ, മോളെ, നിന്റെ റോൾ മോഡൽ ഏതെങ്കിലും ഒരു പാശ്ചാത്യൻ പാർലമെന്റിലെ പെണ്ണല്ല, ലോകാധികാരിയായ അല്ലാഹുവിന്റെ പുണ്യപ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്. ആയിഷ ബീവിയല്ലേ നമ്മുടെ മാതൃക. പക്ഷേ നമ്മൾ മറന്നുപോയി. കാരണം എന്തേ? ഭൗതികമായ സുഖം മുമ്പിലേക്ക് വരുമ്പോ ആത്മീയതയെ ഹംസിക്കുന്നവർക്ക് ആത്മാവിന്റെ ഭാഷ അറിയില്ല, കടന്നു പോകാനുള്ള നേരമില്ല. ഫാത്തിമ ആയിഷ റളിയല്ലാഹു അൻഹ അധികാരിയായില്ല. എന്നാ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ എവിടെങ്കിലും ഒരു പ്രവിശ്യയുടെ ഗവർണറായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് അംബാസഡറായി അയച്ചിട്ടുണ്ടോ? അതിന് പറ്റാത്ത മോളായത് കൊണ്ടാണോ? നല്ല സുന്ദരിയാണ്, സുശീലയാണ്, വിവരമുള്ളവരാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിത രീതികൾ മുഴുവനും അറിയുന്ന ഭവതിയാണ്. പക്ഷേ ഇസ്ലാമിന്റെ നിയമം പഠിപ്പിക്കാൻ വന്ന നേതാവ്, അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കാൻ വന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തില്ല. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പാർലമെന്റിൽ പെണ്ണിന്റെ സ്വരം കേട്ടില്ല. അതുകൊണ്ട് അമേരിക്ക പോലും മാതൃകയായി സ്വീകരിച്ച മാനിഫെസ്റ്റോ എഴുതിയ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പാർലമെന്റിലോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ കിളിസ്വരം ഉയർന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ പെണ്ണിനെ കയ്യിൽ പിടിച്ചിട്ട് പാർലമെന്റിലേക്ക് പോയില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭാര്യയെ കൂടെ പിടിച്ചിട്ട് അധികാരത്തിന് പോയില്ല. അതാണ് ഇസ്ലാമിന്റെ വ്യവസ്ഥിതി. ആധുനിക ലോകത്ത് ഇതൊന്നും പറഞ്ഞാൽ നടപ്പില്ല മുസ്ലിയാരെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. നിയമം എത്ര തീച്ചൂളയിലും പറയേണ്ടതാണ്. പെണ്ണ് അധികാരത്തിലേറിയത് മുതൽ ഒരുപാട് വേദന ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സംവരണം കൊണ്ട് ഇവിടെ പെണ്ണുങ്ങൾക്ക് രക്ഷ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ചില പ്ലാസ്റ്റിക് ഇസ്ലാമിക് സംഘടനകൾ പാശ്ചാത്യന്റെ താല്പര്യങ്ങളെ പുലർത്തി കൊടുക്കാൻ പെണ്ണ് കൂടുണ്ടെങ്കിലേ എല്ലാം നടക്കൂ എന്ന മുദ്രാവാക്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഹബീബ് അത് പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഉഹദ് യുദ്ധത്തിൽ സ്വകാര്യമായി സേവനം ചെയ്യാൻ പോയ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ, അതാ പരിക്കു പറ്റിയിട്ട് താങ്ങിക്കൊണ്ടുവരുന്ന പ്രിയപ്പെട്ട ഉപ്പാന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുമ്പോ മുറിവ് പറ്റിയിടത്തേക്ക് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വെള്ളമൊഴിക്കുകയാണ്. ഫാത്തിമയ്ക്ക് മനസ്സിലായി, ഒഴിക്കുന്ന വെള്ളത്തേക്കാൾ കൂടുതൽ രക്തമാണ് ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് വരുന്നത്. ഇവിടെ മറ്റെന്തെങ്കിലും നടപടി സ്വീകരിക്കണം. ഉടനെ തഴപ്പായ എടുത്ത് കത്തിച്ചിട്ട് അതിന്റെ ചാരം ചാമ്പലെടുത്ത് മരുന്ന് പോലെ റസൂലുള്ളാഹിന്റെ മുറിവിൽ രക്തം നിൽക്കാൻ വെച്ചുകൊടുത്ത പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ
ചരിത്രം വായിക്കുമ്പോഴും അമ്പരക്കേണ്ടതില്ല. സാധാരണക്കാരായ ആളുകൾ രോഗചികിത്സ നടത്തേണ്ട രീതി പഠിപ്പിക്കേണ്ട നബിയാണത്. അതേ ഹബീബ് തന്നെ അതേ യുദ്ധത്തിൽ തന്നെ ഖതാദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് പൂർവ്വസ്ഥാനത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബോഡി ഗാർഡായി നിന്ന ഖതാദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ റസൂലുള്ളാഹിക്ക് നേരെ വന്ന അമ്പ് വന്നപ്പോ കൈ ഉയർത്തി തടുക്കാനുള്ള സമയമില്ല. തല ഉയർത്തിയിട്ട് കണ്ണുകൊണ്ട് അമ്പങ്ങ് ഏറ്റെടുത്തപ്പോ കണ്ണ് തെറിച്ച് കൈവെള്ളയിലേക്ക് വീണു. ഫാസറഅ ഖതാദത്തു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅയ്നുഹു ഫീ കഫ്ഫിഹി. കൈവെള്ളയിൽ കണ്ണും കൊണ്ട് ഓടി അങ്ങ് ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്ന ഖതാദത ഖദ് ഔജഹ നബിയക ബിവജ്ഹിഹി ഫജ്അൽ ലൈനഹു അഹദ്ദഹുമാ നദറാ ഔ കമാ ഖാൽ. ഓ അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട ഖതാദ എന്ന അനുയായി കണ്ണുകൊണ്ട് എനിക്ക് ജീവരക്ഷയ്ക്ക് വേണ്ടി നിന്ന ആളാണ്. فوضع النبي صلى الله عليه وسلم عين قتادة مكانه. ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് പൂർവ്വസ്ഥാനത്തങ്ങ് വെച്ചു കൊടുത്തപ്പോൾ ഫകാന കദാലിക, പഴയ സ്ഥിതിയേക്കാൾ നല്ല സ്ഥിതിയിലേക്ക് കണ്ണ് മാറിപ്പോയി. അതും ഉഹദ് യുദ്ധത്തിലാണ്. നബി തങ്ങൾക്ക് മുറിവ് പറ്റിയപ്പോൾ മരുന്ന് വെച്ചു കൊടുത്തത് ഉഹദ് യുദ്ധത്തിലാണ്. രണ്ട് ചികിത്സാ രീതിയും പഠിപ്പിക്കാനുള്ള നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ആര് യുക്തിവാദികൾ ഇതിൽ കൈയിടേണ്ടതില്ല. എന്തേ ഖതാദ റളിയല്ലാഹു അൻഹു പരിക്ക് മാറ്റിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മുറിവെന്തേ മാറ്റാതിരുന്നത്? അത് യുക്തിവാദിയുടെ ചോദ്യമാണ്. ഏകൽ കൂടാതെ ഞാനൊന്നുമേ ചെയ്യില്ല, എന്നാണ് നിന്നെ പടച്ചെന്ന് ചെന്നോവാർ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞാൽ എങ്ങനെയാണ് ഓരോന്നും സമീപിക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. അതനുസരിച്ചല്ലാതെ ചെയ്യില്ല. അല്ലയല്ലേ അബൂജഹലിനെ പടച്ചത്? പടയ്ക്കാതിരുന്നെങ്കിൽ പിന്നെ യുദ്ധം ചെയ്യേണ്ട തലവേദനയുണ്ടോ? ഇല്ല. ഇനി അല്ല പടച്ചു കുടുങ്ങി എന്ന് വന്നു പോയാലോ എന്ന അസ്രായീലിനോട് പറഞ്ഞാൽ പോലെ അങ്ങ് പിടിക്കാൻ. പിന്നെന്തിനാണ് ഇടയ്ക്കൊരു യുദ്ധം വന്നത്? മഹാന്മാരായ സ്വഹാബത്തിന് പദവി കിട്ടാനാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിക്ക് പറ്റിയത് അവിടുന്ന് യോദ്ധാക്കളുടെ പദവിയിലേക്ക് ഹബീബിന്റെ ദറജ ഉയർത്താനാണ്. ഇടയ്ക്ക് കൂടി പറഞ്ഞെന്നേ ഉള്ളൂ, ഞാൻ വിശാലമായി കടക്കുന്നില്ല. ബദറിന്റെ ചരിത്രം പറയുന്ന CD നിങ്ങൾക്ക് പുറത്തു കിട്ടും. അതിൽ വിശദീകരിക്കുന്നുണ്ട് അല്ലാഹു തആല ബദർ യുദ്ധത്തിലൂടെ ജനങ്ങൾക്ക് നൽകിയതെന്തിനാണ്. അല്ലാഹു തആല അത് നടത്തിയതിന്റെ ആത്മീയ രഹസ്യങ്ങൾ ഇമാമിങ്ങളുടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരട്ടെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂടെ നിന്നുകൊണ്ട് സേവനം ചെയ്യുന്നു ഫാത്തിമ സഹ്റാ. വീട്ടിലിരിക്കുകയല്ലേ പ്രിയപ്പെട്ട ഉമ്മു കുൽസൂം. ഉമ്മു ജമീൽ എന്ന വായാടി പെണ്ണിന്റെ തോന്നിവാസം കൊണ്ട് വിധവയായ ഉമ്മു കുൽസൂം ഭർത്താവില്ലാതെ വീട്ടിലിരിക്കുകയാണ്. അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സൂചന പ്രകാരം ഉമ്മു കുൽസൂം എന്നവരെ കൂട്ടിക്കൊടുക്കുന്നു. അങ്ങനെ അവർ ദമ്പതികളായി ജീവിതം തുടരുന്നു. ആയിഷയ്ക്കൊരു സുമോഹനമായ വാർത്ത അറിയുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ സന്തോഷിക്കുന്നു. അതിന്റെ ഇടയിൽ വീണ്ടും ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹു ചെറിയൊരു പിണക്കമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പോയി. വീട്ടിൽ ചെന്നിട്ട് പിണക്ക വിവരമറിഞ്ഞിട്ട് ഇണക്കിയിട്ട് തിരിച്ചു വരികയാണ്. ഖാല ഖായിലും മിനസ് സ്വഹാബ. അപ്പൊ സ്വഹാബത്തിൽ നിന്ന് ചിലയാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹി ദഖൽത വ അൻത അലാ ഹാലിൻ വ ഖറജ്ത വ നഹ്നു നറൽ ബശ്റ ഫീ വജ്ഹിക. നബിയെ, അങ്ങോട്ട് പോയപ്പോ ഈ അവസ്ഥയല്ലായിരുന്നു, സന്തോഷത്തോടെയാണല്ലോ ഇറങ്ങി വരുന്നത്. എന്ത് പറ്റി നബിയേ? വമാ യംനഉനി വഖദ് അസ്ലഹതു ബൈന ഹബ്ബി സിനൈൻ ഇലയ്യ. എങ്ങനെ ഞാൻ ചിരിക്കാതിരിക്കും? എങ്ങനെ ഞാൻ സന്തോഷിക്കാതിരിക്കും? എനിക്കിഷ്ടപ്പെട്ട രണ്ടുപേരുടെ ഇടയിൽ യോജിപ്പുണ്ടാക്കിയിട്ട് വരികയാണ്. എൻ്റെ മകള് ഫാത്തിമയും മരുമകൻ അലിയും ചെറിയൊരു സൗന്ദര്യപ്പിണക്കത്തിലായിരുന്നു. അവരെ യോജിപ്പിച്ചിട്ട് വരികയാണ്. മാത്രമല്ല, പിന്നൊരിക്കൽ കൂടി മൂന്നാമതൊരു പിണക്കം കിതാബിൽ കാണുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ ചെറിയൊരു പിണക്കമുണ്ടായപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞു, ഞാൻ ഉപ്പാനോട് പറയും എന്ന് പറഞ്ഞിട്ട് മെല്ലെ ഇറങ്ങി വാപ്പാന്റെ വീട്ടിലേക്ക് പോകാൻ.
പിന്നെ അലിയാരുതങ്ങളും ഇറങ്ങി വാതിൽക്കൽ ചെന്നു. ഫാത്തിമ ബീവി പരാതി പറയാൻ തുടങ്ങിയപ്പോഴേക്ക് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഇനി ഒരിക്കലും ഞാൻ ഫാത്തിമാനെ പിണക്കൂല നബിയേ. വല്ലാഹി ലാ ആതി അബദൻ തക്റഹീനഹു അബദാ. ഒരിക്കലും പ്രിയപ്പെട്ട ഫാത്തിമാക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യൂല, ഞങ്ങൾ പിണങ്ങൂല നബിയേ. കയ്യിൽ പിടിച്ചു കൂട്ടി സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നു. പക്ഷേ ആ ദാമ്പത്യ വല്ലരിയിൽ ഒരു വലിയ വേദനയ്ക്ക് വഴിയൊരുക്കാൻ ഒരുങ്ങുകയാണ്. അബൂജഹലിന്റെ മകളെ അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യാനുള്ള ഒരു ആലോചന. അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പ്രപ്പോസൽ വന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ അറിയുകയാണ്, എന്റെ ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിനെയല്ല, അബൂജഹലിന്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന വാർത്തയാണ്. ഇതറിഞ്ഞ് ദുഃഖിതയായി വീട്ടിൽ ഇരിക്കുമ്പോഴാണ് അതാ നബിയുനൽ അമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ നിയമത്തിൽ ബഹുഭാര്യത്വം അനുവദിച്ച സമയങ്ങളുണ്ട്. അതിനെ വിലക്കാൻ ഫാത്തിമയ്ക്ക് അധികാരമില്ല. നബിതങ്ങളും അത് വിലക്കിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് രണ്ടാമതൊരു ഭാര്യയെ സ്വീകരിക്കുന്നത് ഇസ്ലാമിക ശരീഅത്തിൽ തെറ്റല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമക്കൾ അങ്ങനെ ചെയ്തുകൂടാ എന്ന പ്രത്യേക നിയമമൊട്ട് വന്നിട്ടുമില്ല. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു അത് ആലോചിച്ചതിൽ മിണ്ടാതിരുന്നത്. പക്ഷേ വിവരമങ്ങ് മദീനയിലെ രാജാവ് അറിഞ്ഞപ്പോ മദീനത്തെ പള്ളിയിലെ മിമ്പറിലേക്ക് കയറിയിട്ട് പറയുന്നു, സഹാബാ, ബനൂ ഹാഷിം അലി ഇബ്നു അബീ താലിബിനോടൊരു വിവാഹാന്വേഷണം നടത്തിയിട്ടുണ്ട്. ഞാൻ അനുമതി നൽകിയിട്ടില്ല, ഞാൻ അനുമതി നൽകിയിട്ടില്ല, ഞാൻ അനുമതി നൽകിയിട്ടില്ല. 3 തവണ അങ്ങ് പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോളായതുകൊണ്ട് എൻ്റെ മരുമകൻ രണ്ടാമതൊന്ന് കെട്ടിക്കൂടാന്നുള്ള നിയമമല്ല. കാരണം ആലോചിച്ചത് അബൂജഹലിന്റെ മകളെയാണ്. ലാ തജ്തമിഉ ബിന്തു റസൂലില്ലാഹി വ ബിന്തു അദുവില്ലാഹ്. അള്ളാന്റെ ബദ്ധശത്രുവായ അബൂജഹലിന്റെ മോളും റസൂലുള്ളാഹിന്റെ മോളും ഒരു വീട്ടിൽ ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ട് അലിയുടെ പ്രപ്പോസൽ അവിടെ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം വന്നപ്പോ അലി റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. ചെന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്ക് ഈ വിഷയം അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വിചാരവും അന്വേഷണത്തിൻ്റെ വഴികളും എല്ലാം മുടക്കിയിട്ടുണ്ട് നബിയേ. അങ്ങനെ മനോഹരമായൊരു ജീവിതത്തിൻ്റെ താളം കൃത്യമായി മുന്നോട്ട് പോവുകയാണ്. ഇടയിൽ വെച്ച് മനോഹരമായ കുറെ ശോഭനമായ ചിത്രങ്ങളുണ്ട്. പറയാൻ സമയമില്ല, ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ കടിഞ്ഞാൺ പിടിക്കുകയാണ്. അതാ ഒരു ദിവസം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നു, ഫാത്തിമയ്ക്കൊരു മകൻ ഹസൻ പിറന്നിരിക്കുന്നു. ഹബീബാണ് പേരിട്ടത്, തൊട്ടുകൊടുത്തത്. അല്പം കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹുസൈൻ പിറക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടമക്കളാണ് അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ് ഹസനും ഹുസൈനും. വഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. സ്വർഗീയ വനിതകളുടെ നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ നഗരിയാണ്, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അതിന്റെ കവാടമാണ്. അങ്ങനെ മനോഹരമായ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഹബീബിന്റെ ഹോബി എന്താണ്? മോളുടെ വീട്ടിൽ പോയിട്ടേ കാര്യങ്ങൾ അറിഞ്ഞിട്ടേ എവിടെയും പോകൂ. ചില ദിവസം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മോള് മാത്രമേ കാണൂ. ചിലപ്പോൾ അലിയാരുതങ്ങളും കാണും, ചിലപ്പോൾ മക്കളും കാണും. അവരെ എടുത്തിരുത്തിയിട്ട് കളിപ്പിക്കും, അവരെ കൊണ്ട് അല്പസമയം ചെലവഴിക്കും. ചിലപ്പോൾ അവർക്ക് ദാഹമാണെങ്കിൽ സ്വന്തം നാവ് വായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം കുടിക്കാൻ അനുവദിക്കും. അങ്ങനെ എല്ലാമുള്ള ഹബീബ് ഒരു ദിവസം ചെല്ലുമ്പോൾ മകളും മരുമകനും കിടന്നുറങ്ങുകയാണ്. ഇപ്പുറത്തിരുന്നിട്ട് മകൻ ഹസൻ കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോളെ വിളിച്ചില്ല, മരുമകനെ വിളിച്ചില്ല.
ശബ്ദമുണ്ടാക്കിയില്ല. മെല്ലെ ഹസനെ ഇങ്ങെടുത്തിട്ട് വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെ നിൽക്കുന്ന ആടിനെ കറന്ന് പാത്രത്തിൽ പാലെടുത്ത് ഹസന് പാല് കൊടുത്തിട്ട് മകൾ ഉറങ്ങിക്കോട്ടെ, മരുമകൻ വിശ്രമിച്ചോട്ടെ. നടന്നു പോകുന്ന വാത്സല്യമുള്ള പിതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ വരുമ്പോ ഹസനൈനി കരയുകയാണ്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ജൂതന്റെ തോട്ടത്തിൽ പോയി അവിടുത്തെ ഈത്തപ്പനയ്ക്ക് വെള്ളം നനച്ചിട്ട് കിട്ടിയ കാരക്ക കൊണ്ടുവന്ന് മക്കളെ മടിയിലിരുത്തിയിട്ട് ചീന്തായി കീറി വായിൽ വെച്ചു കൊടുത്തിട്ട് സ്നേഹം കാണിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഖുതുബ ഓതുമ്പോ കുഞ്ഞു മക്കള് വീണും എഴുന്നേറ്റും മെല്ലെ മെല്ലെ നടന്നു വരുമ്പോ മിമ്പറിൽ നിൽക്കുന്ന ഹബീബ് വാത്സല്യം കാണിച്ചു സ്വീകരിച്ച മക്കളാണ് ഹസനൈൻ, ബത്തൂലിന്റെ മക്കൾ. പിന്നൊരിക്കൽ വരുമ്പോ ഹസനൈനിയെ കാണാനില്ല, വാപ്പയും കാണാനില്ല. കൊച്ചു വെളുപ്പാൻ കാലമാണ്. ഹബീബ് ചോദിച്ചു, മോളെ ഫാത്തിമ എവിടെ പോയി? അലി എവിടെ പോയി മക്കൾ? നബിയെ, ഉപ്പാ വിശപ്പ് അധികരിച്ചിട്ട് മക്കൾ കരഞ്ഞപ്പോ ആ മക്കളെ എടുത്തിട്ട് അവിടെ ഒരു തോട്ടത്തിലേക്കോ മറ്റോ പോയതാണ്. ചെല്ലുമ്പോ ഹസനൈനി ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് കളിക്കുന്നു. ആരാണ് കൂട്ടുകാരെ? ഹസനൈനി നാളെ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ്. ഹസനും ഹുസൈനും ഇരുന്ന് മരത്തിന്റെ ചുവട്ടിൽ കാരക്കയും കടിച്ചിട്ട് കളിക്കുകയാണ്. തോട്ടത്തിൽ നിന്ന് പണിയെടുക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറഞ്ഞു, നബിയേ, മക്കൾക്ക് വിശന്നപ്പോ അവരെയും എടുത്തിറങ്ങിയതാണ്. ആദ്യത്തെ ചെറിയ ജോലി ചെയ്തപ്പോ കിട്ടിയ കാരക്ക ഇവർക്ക് കഴിക്കാൻ കൊടുത്തതാണ്. ഇനി ഫാത്തിമാക്കും കൂടി 2-3 സമാഹരിക്കണം. അതിനു വേണ്ടി ഞാൻ ജോലി ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസനിനെ എടുത്ത് തോളിൽ വെച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് ഹുസൈനെയും എടുത്ത് തോളിൽ വെച്ചു. നേരം പരപരാ വെളുക്കുന്നതേ ഉള്ളൂ. മദീനയിലൂടെ നടക്കുമ്പോ മദീനക്കാര് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഈ രാവിലെ തന്നെ മക്കളെയും കൊണ്ട് എവിടുന്ന് വരികയാണ്? وراودته الجبال الشم من ذهبي عن نفسه فأراها أيما شممي فأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصم. മാടി വിളിച്ച മാമലകൾ കനകമായി കൈവെള്ളയിൽ വരട്ടെ എന്ന് ചോദിച്ചപ്പോ ആവശ്യമില്ലെന്ന് പറഞ്ഞ് വിസമ്മതം പറഞ്ഞ വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഹസനൈനിക്ക് സാന്ത്വനമേകിയ ഹബീബാണ്. ഈ ചരിത്രം എവിടേക്ക് കൊണ്ടുപോകാൻ? ഞാനൊരു അന്വേഷിയാണ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്. പ്രാഥമികമായതുപോലും അവതരിപ്പിക്കാൻ സമയമില്ല. ഒന്ന് പറയട്ടെ, സമയമേറെയായി. അല്പം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇസ്ലാമിലെ വിജയങ്ങൾക്ക് മുഴുവനും സാക്ഷിയായ മഹദി, അതിനിടയിൽ പൊന്ന് ആങ്ങളയായ ഇബ്രാഹിം ഇബ്നു നബി വഫാത്തായപ്പോൾ കരഞ്ഞുപോയ പെങ്ങൾ, ഭർത്താവിന് ഓരോ യുദ്ധത്തിലും കിട്ടുന്ന അംഗീകാരങ്ങളിൽ അഭിമാനിച്ച ഭർത്താവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹജ്ജത്തുൽ വിദാഇൽ പോയ മഹദി, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അഭേദ്യമായ ബന്ധത്തിലൂടെ ഖൈബറിന്റെയും ബദറിന്റെയും ഉഹദിന്റെയും ഹുനൈനിന്റെയും എല്ലാ രണാങ്കണങ്ങളുടെയും കഥയറിയുന്ന പ്രിയപ്പെട്ട ഫാത്തിമാനെ പറഞ്ഞിട്ടെവിടെ തീർക്കാനാണ്? വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നുമോളെ എങ്ങനെയാണ് പരിചരിച്ചതെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഒരു ദിവസം വരികയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തോട് നീതി പുലർത്താൻ നമുക്ക് കഴിയില്ല. കാരണം ഏത് വിഷമസന്ധിയിലും ഹബീബിന്റെ അടുക്കലേക്ക് കയറി ചെല്ലുമ്പോ പുഞ്ചിരിയോടെ മാത്രം സ്വീകരിച്ചിട്ട് അടുത്ത് പിടിച്ചിരുത്തിയിട്ട് അടക്കം പറഞ്ഞ് അവരിങ്ങനെ സ്വകാര്യം പറയുമ്പോ എനിക്കെന്ത് രസമാണ്, ആയിഷ ബീബി പറയുന്നുണ്ട്. അതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വഹാബത്ത് മുഴുവനും നിലവിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ ദിവസം പള്ളിയിലേക്ക് വന്നിട്ട് ആരോടും മിണ്ടുന്നില്ല. നിസ്കരിക്കും, നേരെ റൂമിലേക്ക് പോകും, ആരോടും ഒരു മിണ്ടാട്ടമില്ല. സ്വഹാബത്തൊക്കെ കരയാൻ തുടങ്ങി. സൽമാനുൽ ഫാരിസി ഇറങ്ങിച്ചെന്നു,
ഇതിന്റെ ആസ്വാദ്യകരമായ അവതരണം തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫീ ശർഹി അസ്മാഇ സയ്യിദുൽ മുർസലീൻ എന്ന ഗ്രന്ഥത്തിൽ അബുൽ ഖാസിം റസാഇ റഹിമഹുല്ലാഹ് അതിന്റെ 600 ചില്ലാനം പേജിൽ വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കി പറയട്ടെ, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനിക്കുന്ന സമയത്ത് മുഴുവൻ അടുത്തു ചെന്നിട്ട് സാന്ത്വനത്തിന്റെ ചിരി തിരിച്ചു വാങ്ങിയ പൊന്നുമോൾ, ആ പൊന്നുമോളെ വളർത്തിക്കൊണ്ടുവന്നത് ദുനിയാവിലെ രാജാവാകാനല്ല, രാജ്ഞിയാകാനല്ല, മറിച്ച് സ്വർഗത്തിലെ രാജാത്തിയാകാനാണ്. ഒരു ദിവസം റസൂലുള്ളാഹിനെ കാണാൻ വന്നപ്പോ ഫാത്തിമാന്റെ കഴുത്തിൽ ഒരു മാല തിളങ്ങുകയാണ്. ഹബീബ് ഒന്നും പറഞ്ഞില്ല, മുഖം മെല്ലെ അങ്ങ് തിരിച്ചു. മകള് വായിച്ചു, എൻ്റെ വാപ്പാക്ക് ഇത് ഇഷ്ടമായിട്ടില്ല. വാപ്പ വിചാരിച്ചു എൻ്റെ മകൾ ഒരു പരിത്യാഗിയായി ജീവിച്ച് സ്വർഗത്തിലെ രാജാവായി വരേണ്ട മോൾക്ക് ഈ ആഭരണത്തോട് വല്ല ഭ്രമവും വന്നുപോയോ. ഇതാദ്യമേ വായിച്ച മഹദി നേരെ അങ്ങിറങ്ങി ആ മാല കൊണ്ടുപോയി വിറ്റിട്ട് ഒരടിമയെ മോചിപ്പിച്ചിട്ട് തിരിച്ച് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരികയാണ്. ചിരിച്ചുകൊണ്ട് ഹബീബ് ചോദിക്കുകയാണ്, മോളെ നേരത്തെ വന്നപ്പോൾ മാല എവിടെ പോയി? അപ്പൊ മഹദി പറയാണ്, ലഖദ് ബിഅതുൽ ഖലാദത വഷ്തറൈതു ബിസമനിഹാ അബദൻ വഅതഖതുഹു. അല്ലയോ പ്രിയപ്പെട്ട ഉപ്പ, അത് വിറ്റിട്ട് ഞാൻ കിട്ടിയ സംഖ്യ കൊണ്ട് ഒരടിമയെ അങ്ങ് മോചിപ്പിച്ചു. ഫതഹല്ലല വജ്ഹു റസൂലില്ലാഹ്. അപ്പൊ റസൂലുള്ളാഹിന്റെ മുഖം വികസിച്ച് പ്രകാശിക്കുകയാണ്. കാരണം എൻ്റെ മകൾ ആത്മീയതയുടെ വഴിയിൽ വഴിതെറ്റാതെ പോകുന്നവളാണ്. ആഭരണ ഭ്രമം കൊണ്ട് ജാട കാണിക്കുന്ന പെങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഭർത്താക്കന്മാരെ ആഭരണം ആവശ്യപ്പെട്ട് പ്രയാസപ്പെടുത്തുന്ന സഹോദരിമാര് ശബ്ദം കേൾക്കുന്നുണ്ടോ? ആത്മീയതയുടെ നിറധരികളെ ഈ പുണ്യരാത്രികളിൽ ഏറ്റെടുക്കേണ്ട ഉമ്മമാര് എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടോ? ഫാത്തിമ ബീവിയുടെ ഈ ചരിത്ര ശകലം നിങ്ങളുടെ ഹൃദയത്തിലിരിക്കട്ടെ. ഒരുങ്ങേണ്ടത് ഇവിടെയല്ല, ഒരുങ്ങിയിട്ട് സ്വർഗം വാങ്ങാൻ ഒരു ലോകം വരുന്നുണ്ട്. അവിടേക്ക് വല്ലതും ഒരുക്കിയിട്ടുണ്ടോ? കാലവും ലോകവും എല്ലാം ചെറുതായൊന്ന് കണ്ണടയ്ക്കാൻ പോവുകയാണ്. കാലത്തിന് കരയാൻ നേരമായി, ലോകത്തിന് ദുഃഖം ഭാരമാകാൻ പോവുകയാണ്. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് ഇസ്ലാം പൂർത്തീകരിച്ചു എന്ന ആയത്ത് വന്നപ്പോ എല്ലാവരും സന്തോഷിക്കുകയാണ്. കാരണം ഇസ്ലാം പൂർത്തിയായല്ലോ. പക്ഷേ സിദ്ദീഖുൽ അക്ബർ കരയുകയാണ്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഡ്യൂട്ടി പൂർത്തിയായെന്നല്ലേ ഈ ആയത്തിലൂടെ പറയുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കേണ്ടതില്ല. ഈ ആയത്തിൽ ഹബീബിന്റെ വഫാത്തിന്റെ സൂചനയുണ്ടെന്ന് സിദ്ദീഖുൽ അക്ബർ വായിച്ചുപോയി. മറ്റെല്ലാവരും ചിരിക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കരയാണ്. കാരണം ഡ്യൂട്ടി തീർന്നാൽ പിന്നെ ഉദ്യോഗത്തിന് പോകാൻ നേരമായി. അതുപോലെ അള്ളാഹുവിന്റെ റിസാലത്ത് ഏറ്റുവാങ്ങിയിട്ട് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യപൂർത്തി കഴിഞ്ഞ് പോകാൻ പോവുകയാണ്. ലോകത്തിന്റെ നേതാവ് വഫാത്തായി. ഇതൊരു വാക്കിൽ പറയാനേ എനിക്കിവിടെ കഴിയൂ. പക്ഷേ വഫാത്ത് അവതരിപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല. എങ്ങനെയാണ് ഹബീബിന്റെ വഫാത്ത് അവതരിപ്പിക്കുക? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ലോകത്തെ മുഴുവനും ദുഃഖത്തിലാഴ്ത്തിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാത്രയായപ്പോ ഉപ്പാന്റെ യാത്രയിൽ വേദനിച്ച് കരയുന്നു പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ. പക്ഷേ ഒരു സമാധാനമുണ്ട്. വഫാത്താകുന്നതിന് അല്പം മുമ്പ് മോളെ വിളിച്ചടക്കം പറഞ്ഞു, മോളെ വൈകാതെ എൻ്റെ അടുക്കലേക്ക് വരണേ. അതൊരു സമാധാന വചനമായി സ്വീകരിച്ചിട്ട് മഹദി പറയുകയാണ്, മാദാലമൻ ശമ്മ തുർബത അഹ്മദി അല്ലാ യശുമ്മ മദസമാനി ഗവാലിയാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മണ്ണിന്റെ സുഗന്ധമറിഞ്ഞവരെ, ഇനി കാലങ്ങളോളം വിലപിടിപ്പുള്ള അമൂല്യമായ സുഗന്ധങ്ങളൊന്നും വാങ്ങേണ്ടതില്ല. പക്ഷേ സുബ്ബത്ത്
സുബ്ബത്ത് അലല്ലയ്യാമി ഉദ്ന ലയാലിയാ. എനിക്ക് വന്നുപോയ വേദന എത്ര ആഴമുള്ളതാണെന്നറിയുമോ? എന്റെ ഈ വേദന മുഴുവനും പകലിന്റെ തലയിൽ വെച്ചു കൊടുത്താൽ അത് രാത്രിയായി പോകും. അത്ര വലിയ വേദനയാണ് ഹബീബിന്റെ വിയോഗത്തിൽ എനിക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് മഹദി അവറുകൾ ചോദിക്കുകയാണ്, അഫലാ ദഫൻതും റസൂലല്ലാഹി ഫീ സ്വഫതി മിനൽ ഉലുവതി വൽ കാഫൂരി മൻലൂദി. ഇന്നലെ വരെ ഹബീബിനെ കാണാതെ ഉറക്കം വരാതിരുന്ന സ്വഹാബ, ഇന്നലെ വൈകുന്നേരം, ഇന്നലെ ഉച്ചയ്ക്ക്, തിങ്കളാഴ്ച വഫാത്തായ ഹബീബിനെ ബുധനാഴ്ച ഖബറിൽ കിടത്തിയിട്ട് അതിൻ്റെ മൂടുകല്ലിൻ്റെ മേലെ മണ്ണിടാൻ നിങ്ങൾക്കെങ്ങനെ കഴിഞ്ഞു സ്വഹാബാ? ഇതറിഞ്ഞ മദീന നിവാസികൾ മുഴുവനും കരഞ്ഞുപോയി. ശരിയല്ലേ ഫാത്തിമ പറയുന്നത്? ഞങ്ങൾ ചെയ്തതും അപരാധമല്ല, കാരണം നിയമം ചെയ്തല്ലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് സ്വഹാബത്ത് മുഴുവനും കരയുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ വേദന കൊണ്ടാണ് കരഞ്ഞതെന്ന് മുല്ല അലിയുൽ ഖാരി മിർഖാത്തിൽ മനാഖിബ് അബീ ബക്കർ സിദ്ദീഖിലെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സബബ് വഫാത്തി അബീ ബക്കർ സിദ്ദീഖ് വഫാത്തു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ഭാരം സഹിക്കാൻ വയ്യാതെയാണ് 3 കൊല്ലം പിന്നെ ബാക്കി നിന്നെങ്കിലും അത് ദുഃഖാർദ്രമായിരുന്നു. അതല്ലേ ആയിഷ എന്ന പൊന്നുമോളോട് ചോദിച്ചു, നാളെ ഏതു ദിവസമാണ് മോളെ? തിങ്കളാണ് ഉപ്പാ, എൻ്റെ യാത്രയുടെ ദിവസമാണ്, എൻ്റെ ഹബീബിലേക്ക് ചേരേണ്ട ദിവസമാണ്. കാത്തിരുന്ന് യാത്രയായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ വേദന കൊണ്ടാണ് യാത്രയായത്. ഞാൻ എവിടുന്ന് എന്തു പറയാൻ? അവസാനം ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്ത് കഴിഞ്ഞ് റസൂലുള്ളാഹിന്റെ സ്വത്ത് വേണമെന്ന ആശയല്ല, ബറക്കത്തിന് വേണ്ടി വല്ലതും ഒന്ന് കിട്ടണം. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കലേക്ക് ആളയച്ചു. അനന്തരാവകാശം ആവശ്യപ്പെടുകയല്ല, അനുഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് എൻ്റെ ഉപ്പാന്റെ ശേഷിപ്പിൽ നിന്ന് തരുമോ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മോളെ വിളിച്ചിട്ട് പറയുന്ന, മോളെ ഫാത്തിമ, മോളുടെ വാപ്പ ലോകത്തോട് യാത്രയാകുമ്പോ ഒന്നും ഇവിടെ ബാക്കി വെച്ചിട്ടില്ല മോളെ. ഒരങ്കിയുള്ളത് പോലും പണയത്തിലായിരുന്നു. അങ്ങനെ വഫാത്തായ ഉപ്പാക്ക് അനന്തര സ്വത്തില്ല മോളെ. ഇനി ഉണ്ടെങ്കിൽ തന്നെ മോക്ക് തരാൻ പറ്റുമോ? നിയമമുണ്ട് മോളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോ വല്ല സ്വത്തും അവശേഷിപ്പുണ്ടെങ്കിൽ അത് പൊതു ഖജനാവിലേക്ക് കൊടുക്കണമെന്ന് നിയമമുണ്ട്. ഉണ്ടെങ്കിൽ തന്നെ തരാൻ വകുപ്പില്ല. ഉണ്ടെങ്കിൽ അത് എത്രയുണ്ടെന്നറിയാൻ ആശയുണ്ടെങ്കിൽ ഒന്നും ബാക്കിയില്ല മോളെ. സയ്യിദുൽ സാഹിദീൻ വ റഈസുൽ മുത്തഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാ റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് 1 റുപ്പിക വീതം മക്കത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു പെട്ടിയിലിടണമെന്ന് നിയമം വെച്ചാൽ എത്ര കോടി ഡോളറായിരിക്കും അവിടെ വരിക. പക്ഷേ ഹബീബ് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിന് അതൊന്നും നിങ്ങൾ കൊടുക്കേണ്ടതില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. റസൂലുള്ളാഹിന്റെ കുടുംബത്തെ സ്നേഹിക്കണേ, അത് മാത്രമേ ബാധ്യതയുള്ളൂ. ഇനി ആലിമുൽ അല്ലാമയായ വലിയൊരു പണ്ഡിതനാണെങ്കിലും ഒരു വിവരവുമില്ലാത്തൊരു തങ്ങൾ കുട്ടിയുടെ സ്ഥാനത്തെത്തൂല. അതാണ് മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു സിംഹാസനത്തിലിരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി അങ്ങോട്ട് കടന്നു വന്നു. പിടിച്ചിട്ട് ആ സിംഹാസനത്തിൽ അങ്ങിരുത്തി. ചോദിച്ചു, എന്താണ് മുആവിയ പ്രോട്ടോകോൾ ലംഘിക്കുന്നത്? ഒരു പ്രോട്ടോകോളുമില്ല. ഇത് റസൂലുള്ളാഹിന്റെ മോനാണ്. ഈ റസൂലുള്ളാഹിന്റെ മോൻ ഇരിക്കുന്നതിന്റെ താഴെയല്ലാതെ ഇരിക്കാൻ എനിക്ക് അധികാരമില്ല. അത് പറഞ്ഞു മുആവിയ റളിയല്ലാഹു അൻഹു അൽ ബിദായ നോക്കിയാൽ കാണാം.
അതുപോലെ തന്നെ റഷ്ഫത്തു സ്വാദി ഫീ ബഹരി ഫളായിലി ബനി നബിയിൽ ഹാദി എന്ന ഗ്രന്ഥത്തിൽ ഇത് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ ബഹുമാനം എങ്ങനെയാണ്. മാത്രമല്ല അൽ അംനു വൽ ഉലാലി നായിത്തുൽ മുസ്തഫ ബിദാഫിഇൽ ബലാ എന്ന ഗ്രന്ഥത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമക്കളുടെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, പിൽക്കാല ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതാ ഈ മക്കളുടെ കൊണ്ടാണ് നമുക്ക് തലയിൽ രോമം മുളച്ചത്, അഥവാ റസൂലുള്ള എന്ന ലോകത്തിന്റെ സൃഷ്ടിപ്പിന് കാരണമായി അല്ലാഹ് നിശ്ചയിച്ച ഹബീബിന്റെ മക്കളാണ് എന്ന പ്രയോഗം നിരവധി ഇമാമിങ്ങൾ നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിപത്തുകൾ മാറിക്കിട്ടുമോ എന്നൊരു സംശയം ഫാളിലെ ബറേൽവി ഇമാമെ അഹ്ലുസ് സുന്ന അഹ്മദ് റിളാ ഖാൻ തങ്ങളോട് ചോദിച്ചപ്പോ മഹാനവറുകൾ ഒരു കിതാബ് എഴുതി. ആ കിതാബാണ് അൽ അംനു വൽ ഉലാലി നായിത്തുൽ മുസ്തഫ ബിദാഫിഇൽ ബലാ എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചു കാണാം. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള്. അപ്പോൾ അവിടുന്ന് അനന്തരമില്ല, ഇനി നിങ്ങൾ സാധാരണ കൊടുക്കുന്ന സമ്പത്തിന്റെ സക്കാത്ത് ഉണ്ടല്ലോ, അതുപോലും എൻ്റെ മക്കൾക്ക് വേണ്ട, അഹ്ലു ബൈത്തിന് കൊടുക്കേണ്ടതില്ല, ബനുൽ മുത്തലിബിനും ബനു ഹാഷിമിനും അതാവശ്യമില്ലെന്ന് ബ്ലോക്ക് ചെയ്ത ഹബീബ് താൽപര്യങ്ങളെല്ലാം സമുദായത്തിന് വെച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. വരട്ടെ, ഈ അധ്യായത്തിന് താൽക്കാലികമായ ഒരു വിരാമം വേണ്ടേ? ഫാത്തിമ ലോകത്തോട് യാത്ര ചോദിക്കാൻ കാത്തിരിക്കുകയാണ്. കാരണം എപ്പോഴും ഉപ്പാന്റെ കൂടെ നിന്ന മോള് ഉപ്പ പാരത്രിക ലോകത്തേക്ക് പോയപ്പോൾ അവിടെയും ചെല്ലാൻ ആശിക്കുകയാണ്. ഇനി ദുനിയാവിൽ ഇഷ്ടമില്ല, താല്പര്യമില്ല, വാപ്പാന്റെ ചാരത്ത് ആത്മീയ ലോകത്തെത്തണം. അങ്ങനെ കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഒരു ദിവസം വിളിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട വല്ലഭനായ അലി ഇബ്നു അബീ ത്വാലിബ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നു, അല്ലയോ പ്രിയപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ്, എനിക്ക് നിങ്ങളോട് 3 വസിയ്യത്തുകൾ ചെയ്യാനുണ്ട്. ആ വസിയ്യത്ത് മറ്റൊന്നുമല്ല, മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ട് സ്നേഹവത്സലയായി പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, ഞാൻ വഫാത്തായാൽ നിങ്ങൾ ഉമാമ എന്ന് പറയുന്ന എൻ്റെ സഹോദരിയായ സൈനബിൻ്റെയും അബുൽ ആസ് ബിൻ റബീഇൻ്റെയും മകളായ ഉമാമയെ നിങ്ങൾ വിവാഹം ചെയ്യണേ. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദ് ഹബീബ് തങ്ങൾ അവർകൾ നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു തആല മഹാന്മാരായ സാദാത്തുക്കൾക്ക് ആഫിയത്തും ഇസ്സത്തുമുള്ള. അപ്പോൾ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ മക്കളെ എന്നെ പോലെ നോക്കാൻ കഴിയുന്ന ഉമാമയെ വിവാഹം ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ അബൂജഹലിന്റെ മോളുടെ വിവാഹത്തെ ബ്ലോക്ക് ചെയ്തതിന്റെ നിയമം വായിക്കാനുള്ള തെളിവാണിത്. ഫാത്തിമ ബീവി നിയമത്തിനെതിരായി വന്നതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വാർത്ഥത നടപ്പിലാക്കിയതല്ല. പറഞ്ഞു, ഉമാമയെ വിവാഹം ചെയ്യണേ. പിന്നീട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലയോ പ്രിയപ്പെട്ടവർ ഭർത്താവേ, ഞാൻ മരിച്ചാൽ എൻ്റെ ജനാസ മദീനയിൽ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ തുറന്ന മയ്യിത്തുകട്ടിലിൽ എൻ്റെ ജനാസ കൊണ്ടുപോകല്ലേ. 4 ഭാഗവും മറച്ച മയ്യിത്ത് കട്ടിലല്ലാതെ എൻ്റെ ജനാസ കൊണ്ടുപോകാൻ പാടില്ല. ഈ സംഭവം പറയുന്ന മറ്റൊരു രംഗം ഇമാമിങ്ങൾ നിവേദനം ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇരുന്ന് കരയുകയാണ്. കൂട്ടുകാർ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? മറ്റൊന്നുമല്ല, ഞാൻ മരിച്ചാ നാളെ മയ്യിത്ത് കൊണ്ടുപോകുന്ന രംഗോർത്ത് കരയുകയാണ്. അതെന്തിനാണ് ഫാത്തിമ കരയുന്നത്? ഇതാ ഇവിടെ സാധാരണയായി ഉപയോഗിക്കുന്ന ഓപ്പൺ മയ്യിത്ത് കെട്ടിലാണ്. ആ ഓപ്പൺ മയ്യിത്ത് കെട്ടിലിൽ ശരീരം ജനാസ എടുത്തു വെച്ചാൽ ശരീരം മറച്ചിട്ടാണ് വെക്കുന്നതെങ്കിലും
ജനാസ പൊതിയുന്നത് മയ്യത്ത് കഫൻ പുടവ ടൈറ്റാക്കിയിട്ടാണ്. അപ്പൊ ശരീരത്തിന്റെ വണ്ണവും നീളവും അന്യ പുരുഷന്മാര് കണ്ടുപോകുമല്ലോ. പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിച്ചിരിക്കുന്ന നിന്റെ പച്ചയായ ശരീരം തുറന്നിട്ട് തെരുവിലിറങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഒന്ന് ആലോചിക്കണേ മോളെ. നാളെ സ്വർഗത്തിലേക്ക് പോകേണ്ട നേതാവ് ഫാത്തിമ ബീവി ജനാസ പൊതിഞ്ഞിട്ട് ശരീരം ടൈറ്റാകുന്നതിനാൽ അതിന്റെ നീളവും വണ്ണവും അന്യ പുരുഷന്മാര് കണ്ടുപോകുമോ എന്ന് കരുതിയിട്ട് 4 വശവും മറച്ച മയ്യത്ത് കട്ടിൽ വേണമെന്ന് പറഞ്ഞ മഹദിയുടെ പിൻഗാമിയാണോ? ബോഡി ഷേപ്പ് പർദ്ദയും ഇട്ട് അർദ്ധനഗ്നയോ പൂർണ്ണനഗ്നയോ ആയി ഉടുത്ത വസ്ത്രം തന്നെ ശരീരത്തിന്റെ ഘടന വായിക്കുന്നത് ധരിച്ച് നിനക്കിറങ്ങാൻ മനസ്സ് വരുന്നുണ്ടോ മോളെ? ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, എന്റെ ജനാസ പൊതിഞ്ഞിട്ട് മയ്യത്ത് കട്ടിലിൽ വെക്കുമ്പോഴും 4 ഭാഗം മറച്ച മയ്യത്ത് കട്ടിലല്ലാതെ കൊണ്ടുപോകല്ലേ. ഇനി ഒന്നുകൂടി പറയാം, അങ്ങനെ കൊണ്ടുപോയാലും മയ്യത്ത് കൈകാര്യം ചെയ്യുന്നത് മുഴുവനും പുരുഷന്മാരാണ്. അവിടുന്ന് ഖബർസ്ഥാനിൽ ഒരു സാഹിത്യകാരി മരിച്ചപ്പോ സർവ്വരാജ്യ സ്ത്രീകളും മയ്യത്ത് കട്ടിലിന്റെ അടുക്കലൂടെ തിരുവനന്തപുരത്ത് അവിടെ ഖബർസ്ഥാനിലേക്ക് ചാടിപ്പോയി. അത് ലോക മുസ്ലിമീങ്ങളുടെ മുമ്പിലേക്ക് നിയമം മാറ്റി എഴുതാൻ ചില പരിഷ്കൃത സംഘങ്ങൾ നടത്തിയതാണ്. അത് പരസ്യമായി ഇസ്ലാമിനെ പൊളിക്കാൻ ഇറങ്ങിയ സ്ത്രീജനങ്ങളാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. എന്തുകൊണ്ടോ നമുക്കതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇസ്ലാമിക ലോകത്ത് അതിനൊരു പാരമ്പര്യം എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതാ ഒരു പെണ്ണിന്റെ ഇമാമത്തിൽ കുറെ പെണ്ണുങ്ങള് പരസ്യമായി പോയി ജനാസ നിസ്കരിക്കുന്നു. മരിച്ചുപോയവർ ഈമാനുള്ളവരാണെങ്കിൽ അവർ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടും. അവരെ കുറിച്ച് പറയാൻ ഞാൻ അർഹനല്ല. അള്ളാഹു മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും മുഴുവനും ഉഖറവിയായ പദവി ഉയർത്തി കൊടുക്കട്ടെ. പക്ഷേ അതിന്റെ പേരിൽ ജീവിച്ചിരിക്കുന്ന കുറെ പെണ്ണുങ്ങൾ ഒരു പെണ്ണിന്റെ നേതൃത്വത്തിൽ മയ്യത്ത് നിസ്കരിച്ചിട്ട് അതാ പാളയത്ത് തടിച്ചുകൂടിയിരിക്കുന്നു. ഇസ്ലാമിക ലോകത്തതിന് മാതൃകയില്ല. ചുരുക്കി പറയാം സഹോദരങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അങ്ങനെ ജനാസ കൊണ്ടുപോകുന്നത് 4 പാടും അടച്ച മയ്യത്ത് കട്ടിലാണെങ്കിലും അത് ഖബറിന്റെ അടുക്ക ചെല്ലുമ്പോ എടുത്തിട്ട് കിടത്തുന്നത് പുരുഷന്മാരാണ്. അപ്പോഴെങ്കിലും എൻ്റെ ബോഡി ഷേപ്പ് കണ്ടുപോകും. വിരൂപയായ പെണ്ണല്ല, ലോക സുന്ദരിയായ മഹദിയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ രാവിലെ മരിച്ചാൽ രാത്രിയല്ലാതെ എൻ്റെ ജനാസ എടുക്കല്ലേ. അലി റളിയല്ലാഹു അൻഹുവിനോട് തലേന്നു ചെയ്ത വസിയ്യത്ത് 3 ഇതാണ്. പെങ്ങളെ, ഈ വസിയ്യത്ത് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ മഹദിയായ ഫാത്തിമ സഹ്റ റളിയല്ലാഹു അൻഹ 29ാമത്തെ വയസ്സിൽ ജമാദുൽ ആഖിർ 13 ഹിജ്റയുടെ 11ാം വർഷം മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുമ്പോ മദീനത്തെ സ്വഹാബത്ത് മുഴുവനും ഒരുമിച്ചുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന്റെ മുറിവുണങ്ങിയിട്ടില്ല. പൊന്നുമോളുകൂടി യാത്രയായോ. അലി റളിയല്ലാഹു അൻഹു വീടിന്റെ കവാടത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഹാദിഹി വസിയ്യത്തു ബിന്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇത് റസൂലുള്ളാഹിന്റെ മോളുടെ വസിയ്യത്താണ്. ജനാസ രാത്രി എടുക്കൂ, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വൈകുന്നേരം വന്നോ. മരണപ്പെട്ടതിന് ശേഷം ജനാസയുടെ ഘടന പോലും പൊതിഞ്ഞ തുണിയുടെ പുറത്തുകൂടി കാണാൻ പാടില്ലെന്ന് പഠിപ്പിച്ച ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ ആശയുള്ള പെങ്ങന്മാരെന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നാളെ മുതൽ ഇസ്ലാമികമായ വസ്ത്രം ധരിക്കണം, എന്നിട്ട് അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം. ഒന്നുകൂടി പറഞ്ഞു ഞാൻ നിർത്തുന്നു. സാദാത്യങ്ങൾ നമ്മുടെ സദസ്സിന് നേതൃത്വം നൽകി പ്രാർത്ഥന നൽകാൻ എത്തിച്ചേർന്നു. ഇനി വൈകിക്കാൻ സമയമില്ല, അതുകൊണ്ട് വരട്ടെ. ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ ജനാസ കിടക്കുമ്പോ ഹസനൈനെ അടുത്തു പിടിച്ചിരുത്തിയിട്ട് കരയുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട്
മദീന നിവാസികൾ മുഴുവനും പൊട്ടിക്കരയുകയാണ്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ ചാരത്തുള്ള ജന്നത്തുൽ ബഖീയിൽ സൗജാത്തുർ റസൂൽ കിടക്കുന്ന പരിശുദ്ധമായ ബഖീയിൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കിടക്കുന്ന ബഖീയിൽ, അതുപോലെ എത്രയോ സഹാബാക്കളും ഇമാമിയങ്ങളും എല്ലാം കിടക്കുന്ന സ്ഥലമാണ്. അതാ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജനാസ അടക്കാൻ കുഴിച്ച ഖബറിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് അബൂദറുൽ ഗിഫാരി വിളിക്കുകയാണ്, ഓ ഖബറേ, നിന്റെ ഉള്ളിലേക്ക് വരാൻ പോണതാരാണെന്നറിയുമോ? റസൂലുള്ളാഹിന്റെ മോളാണ്, ഹസനൈനിയുടെ മുമ്മയാണ്, അലി ഇബ്നു അബീ ത്വാലിബിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് പെരുമാറണം ഖബറേ. മാത്രമല്ല കഫൻ പുടവെടുത്ത് ഒരുക്കി വെച്ചിട്ട് കുളിച്ച് റെഡിയായി കിടന്നൂന്ന് വസായൽ ഉലമാഇ വസ്സാലിഹീൻ എന്ന ഗ്രന്ഥത്തിലുണ്ട്. തൽക്കാലം അങ്ങോട്ടൊന്നും പോകാനുള്ള നേരമില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരുങ്ങി റെഡിയായിട്ട് കിടക്കുകയാണ്. അസ്റായീലിനെ സ്വീകരിക്കാൻ കഫൻ പുടവ എടുത്ത് റെഡിയാക്കി കുളിച്ച് റെഡിയായി കിടക്കുകയാണ്. യാത്രയുടെ സമയമായെന്ന് നേരത്തെ അറിഞ്ഞ മഹാന്മാരാണ്, മഹദികളാണ്. ആ ജനാസ കൊണ്ടുപോകാൻ നേരമാണ്. അബൂദറുൽ ഗിഫാരി വിളിക്കുന്നു, ഉള്ളിലേക്ക് വരാൻ പോണതാരാണെന്നറിയുമോ ഖബറേ? അപ്പോഴാണ് ഖബറിൽ നിന്നൊരു മറുപടി കേൾക്കുന്നു, ഓ അബൂദറേ, ആകാശത്തിനു കീഴെ ഏറ്റവും വലിയ സത്യവാൻ എന്ന് നബിതങ്ങളെ വിളിച്ച അബൂദറുൽ ഗിഫാരി, മഹാനവറുകൾ ഗിഫാർ ഗോത്രത്തിൽ നിന്ന് വന്ന് ഇസ്ലാം സ്വീകരിച്ച മഹാൻ. ആ മഹാനോട് ഖബറിൽ നിന്ന് മറുപടി പോലൊരു അശരീരി വരികയാണ്. എൻ്റെ അടുക്കലേക്ക് വരുന്നയാള് നല്ല നിലക്കാണോ വരുന്നത്? ഞാൻ മര്യാദക്ക് ആദരിക്കും, അല്ലാതെ വന്നാൽ ഇവിടെ പരിഗണനയില്ല. സ്വഹാബത്ത് കരഞ്ഞുപോയി. പൊന്നു പെങ്ങളെ, പദവികളുടെ ഉന്നതി മുഴുവനും കൈവരിച്ച സഹറാഇന്റെ ജനാസ കൊണ്ടുപോകുന്ന ഖബർ ജനങ്ങളെ മുഴുവനും താക്കീത് നൽകാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ, എന്റെയും നിന്റെയും ജനാസ വെക്കാനുള്ള ഖബർ സംസാരിച്ചാൽ അത് കേൾക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് കേൾക്കേണ്ടി വരിക? അതുകൊണ്ട് പൊന്നു പെങ്ങളെ, ഖദീജത്തുൽ കുബറ നമ്മുടെ മാതൃകയാകട്ടെ, ആയിഷത്തു തുഹറ നമ്മുടെ ജീവിത മാതൃകയാകട്ടെ. അവരുടെ വഴിയിലൂടെ ജീവിച്ച് അവര് പോയ സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. ഫാത്തിമ ബീവി പറഞ്ഞാൽ റസൂലുള്ള തട്ടില്ല, ഖദീജ ബീവി പറഞ്ഞാൽ നബിതങ്ങൾ അവഗണിക്കില്ല. അവരുടെ ശുപാർശ കൊണ്ട് ഹബീബിനെ ഈ ലോകത്ത് വെച്ച് സ്വപ്നത്തിൽ ഒരുപാട് തവണ കാണാനും നാളെ പരലോകത്ത് ചെല്ലുമ്പോ ചാരത്തൊന്നണയാനും ഞങ്ങളുടെ ഈ അവതരണവും സദസ്സും ഞങ്ങൾക്ക് കാരണമാക്കി തരണേ റഹ്മാനേ, കാരണമാക്കണേ റഹ്മാനേ, ഞങ്ങളെ കൈയൊഴിയല്ലേ റഹ്മാനേ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക സാഹിത്യരംഗത്ത് വ്യക്തമായ കയ്യൊപ്പ് ചാർത്തി പ്രസാധന രംഗത്ത് മുന്നേറ്റത്തിന്റെ പുതിയ ചുവടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്. പ്രസാധനത്തിനു പുറമെ നൂതന സാങ്കേതിക വിദ്യകളുമായി ബദർ TV ചാനൽ. ഇസ്ലാമിക സംസ്കാരവും ചരിത്ര സ്മൃതിയും ഉറങ്ങിക്കിടക്കുന്ന മക്കയിലേക്ക് ബദർ ഉംറ ഗ്രൂപ്പ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് സിയാറത്ത് ടൂർ പാക്കേജ്. ലോകത്ത് നടക്കുന്ന ഇസ്ലാമിക ചലനങ്ങളുമായി ബദർ ഓൺലൈൻ ചാനൽ. ബിസിനസ് രംഗത്ത് കാലിക കാഴ്ചപ്പാടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്, കോഴിക്കോട് 4. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക BadarPublications.com. ബന്ധപ്പെടുക സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ, ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ് അനെക്സ്, കോഴിക്കോട് 4. ഫോൺ 0495273439 9249946233 9048128414. ഞങ്ങളുടെ ഓൺലൈൻ വിലാസം www.badar313.com.